ഹലോ ഫ്രണ്ട്സ്, മനുവിൻ്റെ അലീനയുടെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ നല്ലുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി ബാലചന്ദ്രനുമായിട്ട് മീറ്റ് ചെയ്യുകയാണ്. മീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരുമിച്ചിരിക്കുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, എന്നാൽ ഇച്ചിരി മദ്യം കഴിച്ചാലോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ സ്റ്റാൻലി ബാലചന്ദ്രനുണ്ട്. അപ്പം അതായത് സ്വയം സാധനം ഇരിപ്പുണ്ട്, നല്ല കൂടിയ സാധനം ഇരിപ്പുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ഒഫീഷ്യൽ രീതിയിൽ, അതുപോലെ ഗാംഭീര സ്വരത്തിൽ ഞാൻ വലിയ ആളാണ്, ഒരു ആഠ്യത്യ രീതിയിലുള്ള സംസാരമൊക്കെയാണ് നമ്മുടെ സ്റ്റാൻലി കാഴ്ചവെക്കുന്നത്. പക്ഷേ ബാലചന്ദ്രനെ കുറിച്ച് നമുക്കറിയാമല്ലോ, ബാലചന്ദ്രൻ അയ്യോ പാവം. പക്ഷെ എന്നാലും തൻ്റെ സ്റ്റാൻഡ് വിട്ടുകൊടുക്കുന്നില്ല. ഞാൻ ഇവിടെ വന്നത് ഒരു സന്ധി സംഭാഷണം എന്നുള്ള രീതിയിലായിരിക്കും, പക്ഷെ എന്നാലും ഒരു മദ്യം കുടിച്ച് സംസാരിക്കേണ്ടതായിട്ടുള്ളൊരു രീതിയിലൊക്കെ ഉള്ളതല്ല, ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് ചോദിക്കുമ്പോൾ താങ്കൾ എന്താണ് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ തനിക്ക് നിങ്ങൾക്ക് വൈജയന്തിനെ അറിയാവോ? വൈജയന്തിയുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായതറിയാവോ? അത് വളർന്ന് പന്തലിച്ച് ഒരു 23 വയസ്സുള്ള ഒരു കുഞ്ഞായിട്ട് നിൽക്കുന്ന കാര്യം അറിയാമെന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം വൈജയന്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ വല്ലാതെ ഞെട്ടി വരച്ച് നിൽക്കുന്നതാണ് നമ്മുടെ സ്റ്റാൻലി. അതുപോലെ തന്നെ കുഞ്ഞുണ്ടായതൊന്നും അറിയത്തില്ല. മാത്രമല്ല അവരുടെ കുടുംബക്കാരെന്നെ ഒരുപാട് ഉപദ്രവിച്ചു. മാത്രമല്ല അവരെന്നെ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി ഒരുപാട് പണിയെടുത്തു. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ബന്ധം തകർന്നതെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന ആളെ നിൽക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശിവശങ്കരനും ഗംഗാധരനും സംസാരിക്കുന്നു. രണ്ടുപേരും പറയുമ്പോഴത്തേക്ക് ഗംഗാധരൻ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ പോയേക്കുന്ന ശിവ അവളെ സ്റ്റാൻലിയെ കാണാനാണെന്നുണ്ടെങ്കിൽ പണി പാടും. കാരണം കഴിഞ്ഞാൽ രണ്ടുപേരും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ഈ വിവരം സ്റ്റാൻലി എന്താണെന്ന് വൈജയന്തിയെ കാണാൻ വരും. വൈജയന്തിയെ കാണാൻ വരുമ്പോഴത്തേക്ക് വൈജയന്തി ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വൈജയന്തിക്ക് ഇതുവരെയായിട്ട് അലീന തൻ്റെ മകളാണെന്ന് അറിയത്തില്ല. പക്ഷെ അത് തിരിച്ചറിഞ്ഞു കഴിയുന്ന ആ സാഹചര്യത്തിൽ വൈജയന്തി തൂങ്ങിച്ചാകും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പോകും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയെല്ലാം തടയണം എന്നുള്ള രീതിയിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക രണ്ടുപേരും, അതായത് ചേട്ടനും ഒരു ഗംഗാധരനും ശിവശങ്കരനും. അതുപോലെ അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്ക് വൈജയന്തി വിളിച്ച് പിള്ളേരെയൊക്കെ വിളിച്ച് ശിലാഷന്, കാരണം മാറി നിൽക്കുമല്ലേ വൈജയന്തി ഇപ്പം ശിവശങ്കറിൻ്റെ കൂടെ ആയതുകൊണ്ട് മക്കളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്താ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ല, സന്തോഷത്തോടെ ഇരിക്കുന്ന, ഫുഡൊക്കെ കഴിച്ചു, കോളേജിലൊക്കെ പോകുന്നുണ്ടെന്നുള്ള രീതി കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഒരു സീനൊക്കെയാണ്. ഇതെല്ലാം കോർത്തുണ്ടെങ്കിൽ ഒരു വിശേഷമാണ് നാളെ കാണാൻ പറ്റുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ പുതിയ നായകനായ സ്റ്റാൻലിയുടെ, അതായത് അലീനയുടെ അപ്പൻ്റെതായിട്ടുള്ള കടന്നുവരവും പിന്നെ തുറന്നുണ്ടാകുന്നിട്ടുള്ള ഇനിയുള്ള കഥകളെല്ലാം. അപ്പം ഈ ഒരു ചാനൽ, നമ്മൾ ഈ ചാനലിനെ പ്രത്യേകത പറഞ്ഞാൽ പെട്ടെന്ന് ട്വിസ്റ്റ് മാത്രമല്ല എല്ലാ വിശേഷങ്ങളും പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കാത്തിരുന്ന് തന്നെ കാണണം. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ മറ്റ് സീനിലെല്ലാം ഇപ്പോൾ ഒരുപാട് ഓടിച്ചു പോകുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാ വിശേഷവും നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹലോ ഫ്രണ്ട്സ്, മനുവിൻ്റെ അലീനയുടെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യം